ഇസ്രായേലിന് നേരെയുള്ള യമന്റെ ആക്രമണം പ്രതിരോധിക്കാനാകാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ സംജാതമായിരിക്കുന്നത്. ചില മീഡിയകളൊക്കെ എഴുതുന്നു യമന്റെ മുൻപിൽ ഇസ്രായേൽ നിലവിളിക്കുന്നു എന്ന തരത്തിലാണ്. കാര്യം തിരിച്ച് പ്രത്യാക്രമണം നടത്താൻ ഒരു നിലക്കും ഇസ്രായേലിന് സാധിക്കുന്നില്ല. കാര്യം എന്ന് പറയുന്നത് അതിർത്തി പങ്കിടാത്ത രാജ്യം എന്ന നിലക്ക് ജോർദാന്റെയും സൗദി അറേബ്യയുടെയും ആകാശം ഉപയോഗിച്ച് വേണം യമൻ ആക്രമിക്കാൻ. നിലവിലെ സാഹചര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾ അത് സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ അനുവാദമില്ലാത്ത രീതിയിൽ ആക്രമണം നടത്തിയാൽ അവരും തമ്മിൽ വിഷയങ്ങൾ ഉണ്ടാവുകയും ഒരുപക്ഷെ യുദ്ധത്തിന് പാലസ്തീനോടൊപ്പം പരസ്യമായ രീതിയിൽ നിൽക്കാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഈ രണ്ട് രാജ്യങ്ങളെ കൂടി ഉടക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് താല്പര്യമില്ല. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് ആക്രമണം നടത്താനുള്ള സാഹചര്യങ്ങൾ കാണുന്നത്. ചെങ്കടലിൽ അമേരിക്ക തന്നെ വിയർത്തൊലിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അവർക്ക് പോലും അതിജീവിക്കാൻ സാധിക്കാതിരിക്കുകയും ഇസ്രായേലിനെയും അമേരിക്കയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതു തരത്തിലുള്ള കപ്പലുകൾ വരുന്ന സമയത്തും അതിനെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ചെങ്കടൽ വഴി ഉപയോഗിക്കാൻ പറ്റുക? ചെങ്കടൽ വഴിയും ആകാശം വഴിയും ഈ ഹൂത്തികളെ അല്ലെങ്കിൽ യമനിലെ പോരാളികളെ ആക്രമിക്കാൻ പറ്റാത്ത വിധം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നത്.